വേളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുളമ്പ് മുളകാപ്പൊടി ഉണ്ടാക്കാം. അതെന്താണെന്നും എങ്ങനെയാ നമുക്ക് ചെയ്യാൻ പറഞ്ഞുതരാം. ഒരു കൈ നിറയെ കറിവേപ്പില എടുത്ത് നന്നായി ചട്ടിയിലിട്ട് നന്നായി വറക്കാം. 3/4 കിലോ മല്ലി, 1/2 കിലോ ഉണക്കമുളക്, 75 ഗ്രാം കടലപ്പരിപ്പ്, 75 ഗ്രാം തൂരംപരിപ്പ്, 50 ഗ്രാം പെപ്പർ. ഇതെല്ലാം അതേ ചട്ടിയിലിട്ട് തന്നെ നന്നായി ഫ്രൈ ചെയ്യാം. നന്നായി ഫ്രൈ ചെയ്യണം. ഇത് എല്ലാ കറികൾക്കും ഇടാവുന്ന ഒരു മസാലയാണ്. ഇനി നമുക്ക് 50 ഗ്രാം വെച്ച് കടുക്, ജീരകം, പെരുംജീരകം, 25 ഗ്രാം ഉലുവയും കൂടി ചേർത്ത് നന്നായി വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 25 ഗ്രാം കായത്തിന്റെ പൊടി കൂടി ചേർത്ത് നന്നായി ഇളക്കാം. അപ്പൊ മഞ്ഞൾപ്പൊടിയും കായത്തിന്റെയും സ്മെല്ലൊക്കെ പോയതിനു ശേഷം നമുക്ക് ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇതിട്ടിട്ട് നമ്മള് കറി വെച്ചാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാ. ചിക്കൻ കറി, മട്ടൻ കറി, വെജിറ്റേറിയൻ തന്നെ നമുക്ക് സോയ കറി ഒക്കെ വെച്ച് സൂപ്പറായിട്ട് ഉണ്ടാക്കാം. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ആദിലക്ഷ്മി കിച്ചൺ വേൾഡ് കമന്റ്സ് അറിയിക്കുക. ഞാനിത് മിക്സിയുടെ ജാറിലാണ് അടിക്കുന്നത്. അപ്പൊ നല്ല നൈസായിട്ട് പൊടിയായിട്ട് അരച്ചെടുക്കാം. കണ്ടില്ലേ? ഇനി നമുക്ക് ഇതൊരു ചില്ല് ബോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാസങ്ങളോളം ഇരിക്കും. കാരണം നമ്മൾ ചൂടാക്കിയിട്ടാണ് പൊടിച്ചത്. അപ്പൊ നിങ്ങളും ട്രൈ ചെയ്യുക. ചിക്കൻ കറിക്കും മട്ടൻ കറിക്കും വെജിറ്റേറിയൻ കറികൾക്കും എല്ലാ കറികൾക്കും ഒരുപോലെ യൂസ് ചെയ്യുന്നതാണ് കുളമ്പ് മുളകാപ്പൊടി, അതായത് കറി മസാല. അപ്പൊ ആദിലക്ഷ്മി കിച്ചൺ വേൾഡ് കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ്. ബൈ ബൈ.